നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് തള്ളാൻ ചെന്ന MV ഗോവിന്ദന് വയറ് നിറച്ചു കിട്ടി. കരണം പുകയുന്ന ഒരടിയാണ് കാന്തപുരം അബൂബക്കർ മുസലിയാരിൽ നിന്ന് കിട്ടിയത്. ഇതോടെ വായും പൂട്ടിക്കെട്ടി മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് പാർട്ടി സെക്രട്ടറി. അന്യപുരുഷന്മാരും മുസ്ലിം സ്ത്രീകളും ഇടകലർന്നുള്ള വ്യായാമം വേണ്ട എന്ന് കഴിഞ്ഞ ദിവസം കാന്തപുരം അബൂബക്കർ മുസലിയാർ പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇതിന് മറുപടി കൊടുത്തുകൊണ്ട് ഇത് സ്ത്രീ വിരുദ്ധമെന്ന് പറഞ്ഞ് MV ഗോവിന്ദൻ തള്ളിമറിച്ചത്. തൊട്ടടുത്ത നിമിഷം തന്നെ MV ഗോവിന്ദനുള്ള കിണ്ണം കാച്ചിയ മറുപടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് അബൂബക്കർ മുസലിയാർ CPM-ന് ഉൾപ്പെടെയാണ്, MV ഗോവിന്ദനാണ് കൊടുത്തതെങ്കിലും ഇത് CPM-ന് ഉൾപ്പെടെയുള്ള ഒരു കൊട്ട് തന്നെയായിരുന്നു. കണ്ണൂരിൽ CPM ഏരിയ കമ്മിറ്റിയിൽ 18 പേരിൽ ഒരു വനിത പോലും ഇല്ലല്ലോ എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കാന്തപുരത്തിന്റെ വിമർശനം. സമസ്ത സ്ത്രീ വിരുദ്ധമെന്ന് പറയുന്നവർ സ്വന്തം കാര്യത്തിൽ മൗനം പാലിക്കുന്നു. അന്യപുരുഷന്മാരും സ്ത്രീകളും കൂടിക്കലരുന്നത് ഇസ്ലാം വിരുദ്ധമാണ്. ഞങ്ങളുടെ മതത്തെക്കുറിച്ചാണ് ഇത് പറഞ്ഞതെന്നും മറ്റു മതങ്ങളുടെ കാര്യമൊന്നും തങ്ങൾ പറഞ്ഞിട്ടേ ഇല്ലെന്നും കാന്തപുരം പറഞ്ഞു. ആലപ്പുഴയിൽ നടന്ന സുന്നി സമ്മേളനത്തിലായിരുന്നു കാന്തപുരത്തിന്റെ വിമർശനങ്ങൾ. എന്തായാലും രണ്ടു കൂട്ടരും നല്ല ഒന്നാം തരം ടീംസാണ്. ഒന്ന്, സ്ത്രീകളെ ഇപ്പോഴും പർദ്ദയ്ക്കുള്ളിൽ അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നവരും, മറ്റൊന്ന് ഞങ്ങൾ സ്ത്രീപക്ഷക്കാരാണ് എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ടും സ്ത്രീകളെ ഇപ്പോഴും ചവിട്ടി മെതിക്കുന്ന ഒരു കൂട്ടരും. രണ്ടും കണക്കാണ്. അവർ തമ്മിലാണ് ഇപ്പോൾ സ്ത്രീ വിഷയത്തിൽ നേർക്ക് നേർ വന്നിരിക്കുന്നത്. അതും സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെയാണ് ഇരു കൂട്ടരും വാതോരാതെ വായ്ത്താളം അടിക്കുന്നത്. പൊതു ഇടങ്ങളിലേക്ക് സ്ത്രീകൾ ഇറങ്ങരുതെന്നത് പിന്തിരിപ്പൻ നിലപാടാണ്. അങ്ങനെ ശാഠ്യം പിടിക്കുന്നവർക്ക് പിടിച്ചു നിൽക്കാനാകില്ല എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി വിമർശനം ചൊരിഞ്ഞത്. പിന്നാലെയാണ് CPM-ന് കാന്തപുരത്തിന്റെ കരണം പുകയുന്ന അടികിട്ടിയത്. അന്യപുരുഷന്മാരും സ്ത്രീകളും ഇടകലരരുതെന്ന് പറഞ്ഞത് സമസ്തയുടെ മുഷാവറയാണ്. ഏതോ ഒരു വ്യായാമത്തിന്റെ പേരിലാക്കി തന്റെ മാത്രം പ്രസ്താവനയാക്കി അത് പ്രചരിപ്പിക്കുന്നു. എന്നിട്ട് അതിന് കുറെ ജഡ്ജിമാരും വക്കീലന്മാരും ഡോക്ടർമാരും അഭിപ്രായം പറയുന്നു. ഞങ്ങൾ പറയുന്നതിന് ഇങ്ങനെ കുതിര കയറാൻ വരണം. ഞങ്ങളുടെ മതത്തിന്റെ വിധി ഞങ്ങൾ പറയുന്നത് മുസ്ലിങ്ങളോടാണ്, മറ്റുള്ളവർ അതിൽ ഇടപെടേണ്ട എന്നും കാന്തപുരം മറുപടി കൊടുത്തു. അങ്ങനെ സമസ്തയും CPM-ഉം ഇപ്പോൾ നേർക്കുനേർ വന്നതോടുകൂടി വിഷയം ഒന്ന് തണുപ്പിക്കാൻ തോമസ് ഐസക് കളത്തിലിറങ്ങിയിട്ടുണ്ട്. തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത് സ്ത്രീ പുരുഷ സമത്വം സംബന്ധിച്ച് കാന്തപുരം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വിശ്വാസം ആണ് എന്നായിരുന്നു. തെരഞ്ഞെടുപ്പാണല്ലോ വരാൻ പോകുന്നത്. വോട്ട് ബാങ്ക് ഭദ്രമാക്കണം. അതുകൊണ്ട് തന്നെ ചില മതക്കാരെ അങ്ങനെയൊന്നും വെറുപ്പിക്കാൻ CPM-ന് കഴിയില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നത് സ്ത്രീ പുരുഷ സമത്വത്തിലാണ്. ജമാഅത്തെ ഇസ്ലാമിയെ പോലെ മുസ്ലിം മതരാഷ്ട്രത്തിന് വേണ്ടി കാന്തപുരം പറഞ്ഞിട്ടില്ല. സ്ത്രീക്ക് 2ാം സ്ഥാനം കൽപ്പിക്കുന്നത് മതത്തിൽ മാത്രമല്ല സർവ്വതലത്തിലും ഉണ്ടെന്നും തോമസ് ഐസക് പറഞ്ഞു. കണ്ണൂരിൽ ഏരിയ സെക്രട്ടറിമാരെ തെരഞ്ഞെടുക്കുന്നതിൽ ഒറ്റ സ്ത്രീ ഇല്ലെന്നും എല്ലാം പുരുഷന്മാരാണെന്നും കാന്തപുരം വിമർശിച്ചിരുന്നു. ഇതിനോടായിരുന്നു തോമസ് ഐസകിന്റെ മറുപടി വന്നത്. പാർട്ടി സ്ഥാനങ്ങളിൽ വനിതകൾ വരും. നേതൃത്വത്തിൽ വനിതാ പ്രാതിനിധ്യം സംബന്ധിച്ച പോരായ്മ തിരിച്ചറിയുന്നവരാണ് ഞങ്ങൾ. ബോധപൂർവം തിരുത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും തോമസ് ഐസക് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ കാന്തപുരത്തെ തണുപ്പിക്കാൻ CPM-കാർ ഇളകിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.